ഇവര് നമ്മളെ എറിയുവാണല്ലോ. ഇത് എറിയാന്നല്ല പറയേണ്ടത്, പുഷ്പവർഷം എന്നാണ് പറയേണ്ടത്. പൂക്കാലം വന്നു, പൂക്കാലം. ഹണി ബണി പോപ്പട്ട് സോർദാർമാരെ സ്വീകരിക്കാൻ പൂക്കാലം വന്നേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുള്ളതാണ്, സ്വീകരണവും ഞങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഈ പൂക്കൾ മാത്രം രാജാവിന്റേതാണ്. സ്വാഗതം, സ്വാഗതം. രാജ റൂളർ സിംഗിന്റെ രാജ്യത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആഹാ, മഹാരാജൻ, ഇത്രയും വലിയ സ്വീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ ഞങ്ങളുടെ വിശിഷ്ട അതിഥികളാണ്. നിങ്ങൾക്ക് ഈ സ്വീകരണം ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നാം അതിഥികളെ സ്വീകരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് രാജ റൂളർ സിംഗിന്റെ റൂളാണ്. മഹാരാജൻ, താങ്കൾ ഒരു മഹാനാണ്, കെങ്കേമനാണ്, വലിയ ധീരനുമാണ്. താങ്കളെ കണ്ട ആരും പറയില്ല ഒരു മനുഷ്യനാണെന്ന്. ജനങ്ങൾ താങ്കൾ ഒരു മഹാനായ മനുഷ്യനാണെന്ന് പറയും. മഹാനായ മനുഷ്യൻ. ഡ്രോയിങ് റൂമിലുള്ള നല്ല ഒന്നാന്തരം സ്റ്റൈലാണ്. ക്ഷമിക്കണം മഹാരാജൻ, ഇത് ബണ്ണി പ്രശംസിക്കുന്ന സ്റ്റൈലാണ്. നോക്കൂ, നാളെ ഇതിന്റെ ലേലമാണ്. 200 കോടിയിൽ നിന്നാണ് ലേലത്തുക ആരംഭിക്കുക. എന്റെ പിള്ളേരെ, ഫോസിലേക്ക് നോക്കിയേ, എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഒന്നുമില്ല, ഇത് അങ്ങുദ്ദേശിച്ചതുപോലെ കവിതയൊന്നുമല്ല. കവിതയാണ്. അയ്യോ, അല്ലല്ല, കവിതയാകുമ്പോൾ അതിൽ 2 ലൈൻ ഉണ്ടാകില്ലേ? ഇദ്ദേഹം പറഞ്ഞത് കവിതയല്ല. ഇത് കവിതയാണ്. എന്റെ പൂർവികർ വളർത്തിയ പെൺസിംഹം, പേര് കവിത. വെറുതെ സ്വപ്നം കാണണ്ട. രാജാവ് റൂളർ സിംഗ് അറിഞ്ഞ ശിക്ഷ കിട്ടും. ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇതൊരിക്കലും മണ്ണിൽ വെക്കരുത്, നശിച്ചില്ലാതെയായി പോവും. സംശയമുണ്ടോ? അറിയാം, അതുകൊണ്ടാണ് ഇവിടെ തട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീ എന്തായി കാണിച്ച സോർദാറെ? രാജ റൂളർ സിംഗ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പുതിയ ടൈപ്പ് റൂൾ ഉണ്ടാക്കി പുതിയ ടൈപ്പ് ശിക്ഷ നമുക്ക് തരും. സമയവും അദ്ദേഹത്തിന്റേതായിരിക്കും, സാഹചര്യവും അദ്ദേഹത്തിന്റേതായിരിക്കും, പക്ഷെ ശരീരം മാത്രം നമ്മുടേതായിരിക്കും. 200 കോടിയുടെ ഫോസിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതം മുഴുവനും കൊട്ടാരത്തിൽ തൂപ്പുപണിയും പിന്നെ അടുക്കള പണിയായിട്ട് കഴിയേണ്ടി വരും. ഇനി ജീവിതകാലം മുഴുവൻ നമ്മൾ ഇവിടെ പണിയെടുത്താലും 200 കോടിയുടെ ഒരു അംശം പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അയ്യോ കൂട്ടുകാരെ, നമുക്ക് ഇതിന്റെ എല്ല് ചേർക്കാൻ പറ്റില്ലെങ്കിൽ രാജാവ് നമ്മുടെ എല്ലാവരുടെയും എല്ലൂരി എടുക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇത് ശരിയാക്കിയേ പറ്റൂ. വേഗം വാ. എടാ, മര്യാദക്ക് തിരിച്ചതാ. ഞാൻ എന്റെ രീതി തിരിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ. നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം. എന്താ സംശയമുണ്ടോ? എടാ, അത് കൊമ്പല്ല, പല്ലാണ്. നീ സിംഹത്തിനെ കാണ്ടാമൃഗമാക്കി മാറ്റി. എന്താ ഈ ചെയ്യുന്നേ? എന്തിനാ എന്നെ എറിഞ്ഞേ? ഈ സോർദാറ സിംഹത്തിന്റെ പല്ലെടുത്ത് തിന്നുമായിരുന്നു. പല്ലില്ലാത്ത സിംഹത്തിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? സിംഹത്തിന്റെ കാര്യം അറിയില്ല, പക്ഷെ നമ്മളെ പല്ലില്ലാതെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. സംശയം. താജ്മഹൽ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ആഗ്രയിൽ ചുറ്റിയത്. 200 കോടി രൂപയുടെ ഫോസിൽ എന്താ പറ്റിയത്? അയ്യോ വേണ്ട, കവിത ചൊല്ലരുത്. ഇല്ലെങ്കിൽ മഹാരാജാവും നിങ്ങളുടെ തലയും ആ അസ്ഥികൂടത്തിനെ പോലെ തിരിച്ചു കളയും. നിങ്ങൾ ഇത് മറന്നു പോയോ? ഇത് രാജ റൂളർ സിംഗിന്റെ റൂളാണ്. ഇതെന്താണ് ഈ കാണുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ് മഹാരാജൻ. ഇതെന്താണ് ഈ കാണുന്നത്? ഇതെന്താണെന്നുണ്ടെങ്കിലും വളരെ നന്നായിരിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. മാസ്റ്റർ പീസ്. ദാ നോക്കൂ, മഹാരാജാവ് വീണ്ടും നമ്മളെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫോസിൽ കൊണ്ടുണ്ടാക്കിയ ആ പീസ് സത്യമാണ് പറയുന്നത്. രാജ റൂളർ സിംഗിന്റെ റൂളാണ്. ശരിയാണ് പറയുന്നത്. കഴുതയുടെ തലയിൽ ഒരിക്കലും കൊമ്പുണ്ടാവില്ല. സംശയമുണ്ടോ? എന്റെ പിള്ളേരെ, വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ ബോഡി ഇതാ ഇതുപോലെ ആക്കി വെക്കണം.
അത് ശരിയാ. ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിലേ ഇതുപോലെ നല്ല ബലമുള്ള കട്ടകൾ വേണം. സംശയമുണ്ടോ? എടേ ആ കട്ടയല്ല, നമ്മുടെ ബോഡി നല്ല കട്ടയായിരിക്കണം. എന്ന് വെച്ചാ ബോഡി നല്ല കട്ടക്കിരുന്നാലും ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പോലും നിലം പതിക്കും. ഇത് പോപ്പട്ടിന്റെ ഫിലോസഫിയാണ്. സംശയമുണ്ടോ? എടാ ഞാനെന്താ, ഇവർക്ക് ഫിലോസഫി അല്ല ഫിസിക്കലാണ് ആവശ്യമുള്ളത്. അതെന്താ, നീ തത്തകളുടെ ആർമി ഉണ്ടാക്കാൻ പോവാണോ? അല്ല, തത്തകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ നടത്താൻ പോവാ. അത് ശരി. അതെ, ഞാൻ മലൻ മിറ്റുലാൽ, പിന്നെ എന്റെ സ്വീറ്റിയുമാണ് ജഡ്ജ്. അതെന്തുവാടാ നിന്റെ? ഇതെന്താ വല്ല ജോയിന്റ് അക്കൗണ്ട് ആണോ? സ്വീറ്റ് എന്റെ കൂട്ടുകാരിയാണ്. അവൾ എന്റെയും കൂട്ടുകാരിയാണ്, മാത്രമല്ല അവൾ എന്റെ ഫാനും കൂടിയാണ്. അത് ശരി. അതേടാ പോപ്പട്ടെ, ഞാൻ തത്തകൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് അവള് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വീറ്റിയെ ഞാൻ ഉറപ്പായും എന്റെ ഫാനാക്കും. അതിനുവേണ്ടി വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ജയിച്ചേ മതിയാവൂ. സംശയമുണ്ടോ? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നീ മൈലികൾക്ക് ട്രെയിനിങ് കൊടുക്ക്, ഞാൻ പോയിട്ട് വരാം. ഏ? ഒരു കേക്ക് വേണം. ഇല്ല. കുടിച്ചാൽ എന്തുകൊണ്ടാണ് ബോധം പോകുന്നേ? ഈ ഫ്രൂട്ട് കേക്ക് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നേ? അടികൈ. ഇത് റിസർവ് ആണ്. ആരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാ? ഈ കേക്ക് എല്ലാം അവരുടേതാണ്. എന്റെ വല്യച്ഛന്റെ മരുമകളാണ് ടിറ്റു. കേക്കിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്റെ അമ്മേ, കേക്ക് ഷോപ്പിലേക്ക് എന്തോ ദൂരവാ. വാവ്, എനിക്കിഷ്ടപ്പെട്ട ഗ്രീൻ. ആ? എന്റെ അമ്മച്ചി, ഈ സ്കൂട്ടർ ഇന്ന് തന്നെ കേടാവണമായിരുന്നോ? ഒരു ഫ്രൂട്ട് കേക്ക് തരൂ. ഇല്ല, എല്ലാം വിറ്റുപോയി. കൊള്ളാല്ല സർദാറെ, ഇത്രയും ബൾബ് വാങ്ങിയോ നീ? അതെ, വീട് മുഴുവൻ ബൾബിടും ഞാൻ. എന്റെ സർദാറെ, നീ ആകെ ക്ഷീണിച്ചല്ലോ. സ്കൂട്ടർ സൈഡിലോട്ട് മാറ്റേ, ഞാൻ നിന്നെ ബൈക്കിൽ വീട്ടിലാക്കി തരാം. ഓക്കേ. ഇതാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. നീ ബൈക്ക് ഓടിക്കേ, ഞാൻ ദാ ഈ സൈഡിൽ ഇരുന്നോളാം. ശരി, ഓക്കേ. സോറി സർദാർ, മേഡത്തിന് കേക്ക് ആദ്യം കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. സോറി ബംഗലിയ, മേഡത്തിന് ആദ്യം കേക്ക് കൊടുക്കുന്നത് ഈ ഞാനാണ്. അയ്യോ, ഞാനെന്താ ഇങ്ങനെ താഴേക്ക് പോകുന്നേ? വെയിറ്റ് വല്ലാണ്ട് കൂടിയിരിക്കുകയാണ്. അത് കുറച്ച് കുറയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ബണ്ണി ഉറപ്പായി നിന്നെ പിടിക്കും. സംശയമുണ്ടോ? ആ ബോക്സ് എനിക്ക് തന്നേക്ക്. താങ്ക് യു പോപ്പട്ടെ. ആ. അയ്യാ. നീ ആ ഡസ്റ്റർ ഒന്ന് മാറ്റിയേ. ഈ സോഫ ഞാൻ പൊക്കിത്തരാം. അയ്യോ.
അതിങ്ങ് താ സോർദാറെ, ഞാൻ കൊണ്ടുപോയി വെക്കാം. ഇരട്ടി പടിയായല്ലോ. നിനക്കിത് പൊക്കാൻ കയ്യിൽ നിറഞ്ഞിട്ടും എന്തിനാടാ എടുത്ത് പൊക്കിയത്? ഗ്യാസ് സിലിണ്ടർ വന്നിട്ടുണ്ട്. അത് ഞാൻ എടുക്കാന്നേ. അയ്യോ, തന്നെ കൊണ്ട് ഇതിന്റെ ലോക്ക് പോലും മാറ്റാൻ കഴിയില്ല. എന്നിട്ടാണോ ഈ സിലിണ്ടർ എടുത്ത് പൊക്കാൻ വരുന്നേ? ഞാൻ എടുത്തോളാം, മാറ. ആ, ഒരു കാര്യം ശരിയാ, മനുഷ്യന്മാര് മാത്രമല്ല തത്തകളും അവരുടെ സൈസ് അനുസരിച്ച് വേണം ഓരോന്ന് വലിച്ചു പോക്കാൻ. പോപ്പട്ടെ, എന്ത് പറ്റി? അല്ല, നീ എന്തിനാ ഇതൊക്കെ എടുത്ത് പൊക്കാൻ ശ്രമിക്കുന്നേ? ഇത്തവണത്തെ തത്തകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിലെ സ്വീറ്റ് ജഡ്ജ്. ഇവന്റെ തലയ്ക്ക് വട്ടായെന്നാ എനിക്ക് തോന്നുന്നേ. നീ ഇവനോട് ചോദിച്ച ചോദ്യം ഒന്ന്, ഇവൻ പറയുന്ന ഉത്തരാണെങ്കിലോ വേറൊന്ന്. ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും വ്യക്തമാകണമെന്നില്ല കൂട്ടുകാരാ. ചോദ്യത്തിൽ തന്നെ ഉത്തരവും ഉണ്ടാവും, ഉത്തരത്തിൽ തന്നെ ചോദ്യവും ഉണ്ടാവും. അത് തന്നെയാണ് ലൈഫിന്റെ ഫിലോസഫി. സംശയം വായുവിൽ മാത്രം പറക്കുന്നവനെ മണ്ണിലൂടെ ഓടുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സംശയമുണ്ടോ? എടാ ഞാനാണെന്താ, ജ്ഞാനത്തിലല്ല പ്രാക്ടീസിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ചെല്ലേ, ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് ഓടിയിട്ട് വാ. എന്നിട്ട് ഈ വെയിറ്റ് എടുത്ത് പൊക്കണം. അയ്യോ, ഇവിടെ ഇരുന്ന് ആപ്പിൾ എന്തിയേ? നീയാണോ ആപ്പിൾ എടുത്ത് കഴിച്ചേ? എടാ, ആപ്പിൾ എങ്ങനെ കുത്തി വെച്ചിരുന്നെങ്കിൽ അത് കേടായി പോയേനെ. എന്തായാലും ഈ സൂചി കൂടി ചേരുന്നത് ഈ നൂല് തന്നെയാണ്. ഇന്നാ പിടിച്ചോ. ആദ്യം ഇവന്റെ പവർ കുറച്ച് കൂട്ടേണ്ടി വരും, അല്ലാതെ ഇവൻ ഇതൊന്നും എടുത്ത് പൊക്കാൻ പോകുന്നില്ല. നാളെ കോമ്പറ്റീഷനിൽ ഷൈൻ ചെയ്യുന്നത് ഞാനായിരിക്കും, ട്രോഫിയും എനിക്കായിരിക്കും. പക്ഷെ സന്തോഷം സ്വീറ്റിക്കായിരിക്കും. സംശയമുണ്ടോ? ഈ തത്തയുടെ കിളി പോയെന്നാ തോന്നുന്നേ. അയ്യോ, പോയല്ലോ പാതാളത്തിൽ. ഇന്നത്തെ നമ്മുടെ വിന്നറാണ് I am proud of you, Poppet. എടാ പോപ്പട്ടെ, ആശംസകൾ. 5 സ്റ്റാർ ബാറിൽ കിട്ടുന്ന ഷാമ്പെയിൻ. ഇന്ന് പോപ്പട്ടാണ് നമ്മുടെ ചാമ്പ്യൻ. അടികൈ മക്കളെ, അടിക്കട കൈ. അതിന് മാത്രം തന്നോട് ഇവൻ എന്താ പറഞ്ഞത്? എന്റെ അമ്മേ, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ശരിക്കും കളർഫുൾ ആയല്ലോ. ഞാനിപ്പോ ശരിക്കും സ്വീറ്റിക്ക് ഇഷ്ടപ്പെട്ട കോലമായി മാറി. എങ്ങനെയുണ്ടടാ എന്റെ സ്റ്റൈല്? നിന്നെ ഇപ്പൊ കണ്ട ചാറ്റ് പോലെയുണ്ട്. നീ തീറ്റപ്രാന്തം പറയുന്നൊന്നും കേക്കണ്ട. നിന്നെ ഇപ്പൊ കണ്ടിട്ട് ശരിക്കും ഹീറോയെ പോലെ പോപ്പട്ടെ. നീ പറഞ്ഞത് ശരിയാ. ഹായ് സ്വീറ്റി, ഐ ആം പോപ്പ. എന്റെ പേര് കേട്ടിട്ടുണ്ടോ? ലല്ലല്ലല്ലല്ലല്ലല്ലല്ലേ. ഇനി എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ ഈ പുതിയ സ്റ്റൈൽ സ്വീറ്റി ഒന്ന് കാണിച്ചിട്ട് വരാം.
കളർ ബ്ലൈൻഡോ? എടാ പൊട്ടന്മാരെ, ഞാൻ കളർ ബ്ലൈൻഡ് ഒന്നും അല്ല. എന്താടാ നീ എന്നെ മണ്ടനാക്കുകയാണോ? ഞാൻ ബ്ലൈൻഡ് ഒന്നും അല്ല. നീ നഗരത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ആയിരിക്കും. ഈ പോപ്പട്ടിന്റെ സമ്മതമില്ലാതെ പോപ്പട്ടിന് പോലും പോപ്പട്ടിനെ കൊണ്ടൊരു ജോലി ചെയ്യിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അയ്യോ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ എന്റെ മോന്റെ ബർത്ത്ഡേക്ക് നീ ഷോ നടത്തിയേ പറ്റൂ. ചക്ക, മര്യാദക്ക് നീ വേഗം പാടിക്കോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളിച്ച് നിന്നെ ഒരിക്കലും ഇനി പാടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റിക്കളയും. എടാ ഇറച്ചിക്കോഴി, പുലിയുടെ വാലിൽ ചവിട്ടുന്നതും പോപ്പട്ടിനെ പിടിച്ചു വെക്കുന്നതും ഒരുപോലെയാ. അയ്യോ, പക്ഷേ പുലിയുടെ വാല ചവിട്ടാൻ ധൈര്യം കാണിക്കുന്നവനെ പോപ്പട്ടിന് വലിയ ഇഷ്ടമാ. മാത്രമല്ല അയാൾ പറയുന്നതും അനുസരിക്കും. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. എടാ സഞ്ജു, ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പോപ്പട്ടെന്ന് പറയുന്നത്? വെള്ളിച്ച, ഞാൻ പറഞ്ഞല്ലോ ഇവൻ 100% കളർ ബ്ലൈൻഡ് ആണ്. നീ ഇപ്പൊ പാടുന്നുണ്ടോ ഇല്ലയോ? നോക്ക് സോർദാറേ, ഭാഗ്യം എനിക്ക് വഴി തെളിച്ചു തന്ന് അത് അതിന്റെ ജോലി ചെയ്യുകയാണ്. നീ കേക്ക് എനിക്ക് തന്ന് സൗഹൃദം തെളിയിക്ക്. സംശയമുണ്ടോ? എനിക്കിപ്പോ മാഡത്തിന്റെ അടുത്ത് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാം. എന്തതിശോ, ഇത്രയധികം എല്ലുകളോ? എടാ പണി, കൊച്ചലിയ, ഞങ്ങളിതാ നിന്നെ 4 വശത്തൊന്നും വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇല്ല, 3 വശത്തുനിന്നാണ് വളഞ്ഞിരിക്കുന്നേ. ഒരു വശം കാലിയാണ്. ഇവനിത് ഇവിടെ പോയി. ബണി, നീ ഇപ്പൊ ഈ കാണിക്കുന്നുണ്ടല്ലോ അത് ഒട്ടും ശരിയല്ല. മര്യാദക്ക് ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്തു വാ. സംശയമുണ്ടോ? എനിക്ക് ആ കേക്ക് തിരികെ തരുന്ന നല്ലത്. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നല്ലേ? ബണി, അത് കേക്കാണ്, കളിക്കാനുള്ള സാധനമൊന്നും അല്ല. താഴെ വീണ് കഴിഞ്ഞ അത് മൊത്തത്തിൽ കുളമാവും കേട്ടോ. എടോ ജോക്കറെ, താൻ ആ ബണ്ണി എങ്ങനെ കണ്ടായിരുന്നോ? ഏത് ബണ്ണി? ആ പൂച്ചയാണോ? ഭയങ്കര സ്മാർട്ട് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ, ലൈക്ക് മോഡേൺ ആർട്ട് അല്ലേ? അയാളെയല്ലേ ഒരുപാട് പേര് അന്വേഷിക്കുന്നത്. ആ ബണ്ണിയുടെ കയ്യിലല്ലേ ഇപ്പൊ ഒരു ഫ്രൂട്ട് കേക്ക് ഇരിക്കുന്നത്? ആ അതെ അതെ, ആ ബണ്ണി തന്നെയാണ്. അവൻ ദാ ഈ ടെന്റിനകത്തുണ്ട്. താങ്ക് യു ജോക്കറേട്ടാ, നിങ്ങൾ എനിക്ക് നല്ലൊരു വഴിയാ കാണിച്ചു തന്നത്. എന്നെ മണ്ടനാക്കിയതാണോ? എടാ, നീ തന്നെയാണ് ബണ്ണി. അത് ചോർന്നാറായിരുന്നു. ദാ കേക്ക് കൊണ്ടുപോയി. ഹായ്, കാണാൻ എന്ത് ഭംഗിയല്ലേ? ലോങ് ഷോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്രയും ഹാൻഡ്സമായ തത്തയെ മുൻപ് കണ്ടിട്ടേ ഇല്ല.
നീ സ്വപ്നം കാണുന്നത് മതിയാക്കിക്കോ സോർദാറെ. അവരെ എന്നെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ? ഹായ് ഡിയർ. ഹായ്. ഹൃദയത്തിൽ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അതെന്താണെങ്കിലും ഉടൻ തന്നെ തുറന്നു പറഞ്ഞേക്കണം. അവസരം എന്നത് ഒരു ട്രെയിനാണ്. പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല. സംശയമുണ്ടോ? ഞങ്ങളിതിന് ട്രെയിനിലൊന്നും കേറുന്നില്ല. ലോങ് ഷോട്ടിലായാലും ഷോർട്ട് ഷോട്ടിലായാലും. നീ മിണ്ടായിരിക്കെ. എന്താണെങ്കിലും സ്വീറ്റ് പറയട്ടെ. ഇവിടെ ആരോ വലിയ ഹാൻസം ആണെന്ന് കുറച്ചു മുമ്പ് സ്വീറ്റ് പറഞ്ഞില്ലേ? അതെ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിയോടൊപ്പം. ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ എനിക്ക് അങ്ങ് പോരട്ടെ പോരട്ടെ. എനിക്ക് അതെ അതെ എനിക്ക് അതെ, നിനക്ക് പറയൂ. എനിക്ക് കളർ ബ്ലൈൻഡിനെ ഒരുപാട് ഇഷ്ടമാണ്. കളർ ബ്ലൈൻഡോ? അതെ, റോക്ക് സ്റ്റാർ കളർ ബ്ലൈൻഡ്. അതെ, ഇന്ന് അയാളുടെ ഷോ ഉണ്ട് നമ്മുടെ നഗരത്തിൽ. അത് ഞങ്ങൾ ലൈവ് കവർ ചെയ്യാൻ പോവുകയാണ്.